നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിലും വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയവുമാണ് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ലോക്സഭയിലും രാജ്യസഭയിലും 50% സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ 33% വനിതാ സംവരണം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സുപ്രധാന അധ്യായമാണ് ഇതെന്നാണ് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ 2023 പാർലമെന്റിൽ പാസാക്കിയ വനിതാ സംവരണം അന്ന് നടപ്പിലാക്കാതെ ഇപ്പോൾ വീണ്ടും കൊണ്ടുവരുന്നത് രാഷ്ട്രീയ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വനിതാ സംവരണത്തെ മുന്നിൽ നിർത്തി മണ്ഡല പുനർനിർണയത്തിനായുള്ള കേന്ദ്ര നീക്കത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ രാഷ്ട്രീയ പോര് മുറുകിയിട്ടുണ്ട്. വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കാനാണോ കേന്ദ്രത്തിന്റെ നീക്കം? കാണാം RDX റാപ്പ്. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ പരിഗണിക്കാനിരിക്കെയാണ് പിന്തുണ തേടി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് കത്തെഴുതിയത്. സ്ത്രീകളുടെ കാത്തിരിപ്പ് ഇനിയും നീട്ടാനാകില്ലെന്നും രാജ്യമെങ്ങുമുള്ള സ്ത്രീകൾ നിയമ ഭേദഗതിയെ പ്രശംസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. MP-മാർക്ക് മുൻപിൽ ആവശ്യമുന്നയിക്കാനും സ്ത്രീകളോട് കത്തിലൂടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വനിതാ സംവരണ ബില്ലിൽ പിന്തുണ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കും കത്തെഴുതിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് നേരിട്ടും പ്രധാനമന്ത്രി പിന്തുണ തേടിയിട്ടുണ്ട്. അതേസമയം വനിതാ സംവരണത്തെ അനുകൂലിക്കുമ്പോഴും അതിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്താനുള്ള നീക്കത്തെ എതിർക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇന്നലെ ദ ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ ഭാഷയിലാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തുറന്നടിച്ചത്. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മണ്ഡല പുനർനിർണയമാണെന്നും സോണിയാഗാന്ധി ആരോപിച്ചു. വനിതാ സംവരണ ബിൽ ഇതിനോടകം അംഗീകരിക്കപ്പെട്ടതാണെന്നും അന്ന് പ്രതിപക്ഷം പിന്തുണച്ചതാണെന്നും കേന്ദ്ര സർക്കാരിനെ സോണിയാഗാന്ധി ഓർമ്മപ്പെടുത്തി. ബിൽ പാസാക്കിയെടുക്കുന്നതിനായി നിർബന്ധമായും പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് MP-മാർക്ക് BJP വിപ്പ് നൽകിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. സോണിയാഗാന്ധി ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധി പറയുന്നത് 2023 നാരി ശക്തി ബന്ധൻ അധിനിയം എന്ന പേരിൽ വനിതാ സംവരണ ബില്ല് പാസാക്കി. 2024 തന്നെ വനിതാ സംവരണം നടപ്പാക്കണമെന്ന് കോൺഗ്രസ് അന്ന് ആവശ്യപ്പെട്ടു. 30 മാസം മുൻപ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ പെട്ടെന്ന് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്തുകൊണ്ടെന്ന് സോണിയാഗാന്ധിയുടെ ചോദ്യം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം നടപ്പാക്കിയത് രാജീവ് ഗാന്ധിയുടെ നേട്ടം. രാജ്യത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് 15 ലക്ഷത്തോളം വനിതകൾ ജനപ്രതിനിധികളായുണ്ട്. പുതിയ വനിതാ സംവരണ നിയമവും രാജീവ് ഗാന്ധിയുടെ പ്രവർത്തനങ്ങളും തുടർച്ചയാണ് എന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. 2027 സെൻസസിനൊപ്പം ജാതി സെൻസസ് കൂടി നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നീക്കം ജാതി സെൻസസ് നടപ്പാക്കില്ലെന്ന സൂചന നൽകുകയാണ്. വനിതാ സംവരണ ബില്ലിൽ പിന്തുണ തേടി പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പ്രധാനമന്ത്രിയുടെ കത്ത് ഇന്നാണ് ഉണ്ടായിരുന്നത്. 2029 വനിതാ സംവരണം നടപ്പിലാക്കുമെന്ന് കത്തിൽ പറയുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം മാറ്റിവെച്ച് ബില്ലിനെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിക്കുന്നു. പ്രതിപക്ഷത്തിന് അയച്ച കത്തിൽ മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി മറ്റൊന്ന്, പ്രതിപക്ഷത്തിന്റെ മറുപടി. മണ്ഡല പുനർനിർണയത്തിൽ വ്യക്തത വേണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മറുപടി ഉണ്ടായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്നും കോൺഗ്രസിന്റെ ആവശ്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ ബില്ലുകൾ പാസാക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനെന്നും കോൺഗ്രസ് പറയുന്നു. വനിതാ സംവരണത്തെ പിന്തുണയ്ക്കുമ്പോഴും മണ്ഡല പുനർനിർണയത്തെ എതിർക്കുമെന്ന് CPIM പറയുന്നു. സീറ്റ് വർധന ഫെഡറൽ സന്തുലിതാവസ്ഥയെ ദുർബലപ്പെടുത്തുമെന്നും CPIM പറയുന്നു. 2011 സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള മണ്ഡല പുനർനിർണയത്തെ എതിർക്കുമെന്ന് ആം ആദ്മി പാർട്ടിയും പറയുന്നു. ഇനി മണ്ഡല പുനർനിർണയത്തിലൂടെ ബംഗാളിനെ 3ആയി വിഭജിക്കാനുള്ള നീക്കമെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത്. ബംഗാളിലെ ചില ഭാഗങ്ങൾ ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ലയിപ്പിക്കുമെന്നും മമതാ ബാനർജി പറയുന്നു. മറ്റൊന്ന്, മണ്ഡല പുനർവിഭജനത്തിനുള്ള ഭേദഗതി ബില്ല് പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. മണ്ഡല പുനർനിർണയത്തിന് കമ്മീഷൻ രൂപീകരിക്കുമെന്നും ബില്ലിൽ ലോക്സഭാ മണ്ഡലങ്ങൾ 850 ആകുമെന്നും സംസ്ഥാനങ്ങളിൽ 815, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 35 എന്നിങ്ങനെ സീറ്റുകൾ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ 3 ബില്ലുകളും പരിഗണിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റകൾ. ഇനി ചില പ്രതികരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, വനിതാ സംവരണം കൃത്യമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭേദഗതി പാർലമെന്റിൽ പ്രതിപക്ഷം അവതരിപ്പിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJPക്ക് അനുകൂലമായി ജമ്മുകാശ്മീരിലും ആസാമിലും നടത്തിയ മണ്ഡല പുനർനിർണയം രാജ്യവ്യാപകമായി നടപ്പാക്കാനാണ് വനിതാ സംവരണത്തിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ഇപ്പം ജമ്മു കാശ്മീരിലും ആസാമിലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ നടത്തിയിട്ടുണ്ട്. അത് ജെറിമാൻഡറിംഗ് ആണ്.
വളരെ ദുരുദ്ദേശത്തോടുകൂടി BJPക്ക് വോട്ട് ചെയ്യാനിടയില്ലെന്ന് സംശയിക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ പ്രത്യേക തരത്തിൽ വെട്ടിമുറിച്ച് പല മണ്ഡലങ്ങളിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധ ക്രിമിനൽ കുറ്റമാണ് ഈ ജമ്മു കാശ്മീരിലും ആസാമിലും ഡീലിമിറ്റേഷൻ എന്ന തരത്തിൽ നടത്തിയിട്ടുള്ളത്. അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് വനിതാ സംവരണത്തിൻ്റെ പേരിൽ അത്തരം ഒരു കുബുദ്ധിയുമായിട്ടാണ് മോഡിയും കൂട്ടരും മുന്നോട്ട് വരുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തിയാൽ UPയും കേരളവും തമ്മിലുള്ള മണ്ഡലങ്ങളുടെ അന്തരം കൂടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പറഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമം എന്ന് പ്രധാനമന്ത്രി തുടർച്ചയായി പറയുന്നു. വനിതാ സംവരണം നടപ്പാക്കാൻ പ്രതിപക്ഷം 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നതായും ജയറാം രമേശ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. उत्तर प्रदेश के 80 सांसद हैं, केरल के 20 सांसद हैं. अगर 50% आप बढ़ाएंगे तो उत्तर प्रदेश के सांसद 120 होंगे और केरल के सांसद 30 होंगे. तो जो अंतर है उत्तर प्रदेश और केरल के बीच में वो 90 बनता. देखिए, प्रधानमंत्री बार बार महिला आरक्षण को मुद्दा बनाना चाहते हैं. इनका खेल है. मुद्दा महिला आरक्षण का नहीं है. 3 साल पहले कांग्रेस पार्टी ने महिला आरक्षण पहली बार हमारे देश में कब लागू हुआ? വനിതാ സംവരണ ബിൽ സംബന്ധിച്ച കത്ത് എല്ലാ MPമാർക്കും കിട്ടിയിരുന്നതായി ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. 2024 ഈ ബിൽ നടപ്പാക്കാമായിരുന്നുവെന്നും 3 വർഷം ഈ ബില്ലിന്മേൽ അടയിരുന്നുവെന്നും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. മണ്ഡല പുനർനിർണയം നടപ്പാക്കുന്നതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ വർധന ഉണ്ടാകുമെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ 2 പേജ് വരുന്ന കത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയുടെ ഒരു വിശദാംശവും അടങ്ങിയിട്ടില്ല. വനിതാ സംവരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പിലാക്കാൻ വേണ്ടി 50% സീറ്റുകൾ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ഇത് ദക്ഷിണേന്ത്യക്ക് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ വിശദമായി തന്നെ ഈ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി അവർ കാണുന്നുണ്ട്. കാരണം 2029 തിരഞ്ഞെടുപ്പ് തന്നെയാണ് അത്. അതിൽ ഉറപ്പായും ഭരണം ഉറപ്പാക്കുക എന്നുള്ളത്, സീറ്റ് വർധന, അത് മാത്രമല്ല പുതിയ 888 സീറ്റുകളായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതൊക്കെ ഇതിനു മുന്നോടിയായി ഇവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ വനിതാ സംവരണ ബില്ല് എന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേകതരം നീക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. പതിവില്ലാത്ത വിധം തുറന്നൊരു കത്ത് വനിതകൾക്ക് വേണ്ടി. അപ്പോൾ അതിനു മുമ്പിൽ നിങ്ങൾക്കൊരു അലുവ എന്ന നിലയ്ക്ക് അത് പറഞ്ഞുകൊണ്ട് അവരെ മറ്റൊരു രീതിയിൽ മധുരം വിളമ്പിക്കൊണ്ട് അതിന് പിന്നിലൂടെ മറ്റു ചില ലക്ഷ്യങ്ങൾ നടപ്പാക്കുകയാണെന്നുള്ളതൊക്കെ നമ്മൾ അന്ന് തന്നെ സംസാരിച്ചാണ്. എന്ത് തോന്നുന്നു? അതെ, അത്രയേ ഉള്ളൂ. അതായത് അത് ഒന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ഈ തിരുവല്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യ കുറച്ച സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ അധികാരം കുറയും എന്ന ആശങ്ക വേണ്ട, നിങ്ങൾക്കും സീറ്റ് കൂടും എന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ശ്രീ ജയറാം രമേശ് പറഞ്ഞു കേട്ടില്ല. അതായത് UPയിൽ 120 വരുമ്പോൾ നമ്മുടെ 30 വരും. ഇത്തരം കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിന് മുമ്പുള്ള മറ്റ് കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വനിതാ സംവരണ ബില്ലിനെ പറ്റി കാണേണ്ടത്. യഥാർത്ഥത്തിൽ ഈ ഡീലിമിറ്റേഷൻ ആണ് പ്രധാനപ്പെട്ട കാര്യം. വനിതാ സംവരണത്തിന് എതിരല്ലെന്നും വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നതാണ് എതിർക്കുന്നതെന്നുമാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒറ്റസ്വരത്തിൽ പറയുന്നത്. 2023 പാസാക്കിയ വനിതാ സംവരണം വീണ്ടും പാർലമെന്റിലേക്ക് എത്തുന്നതിലെ രാഷ്ട്രീയ ലക്ഷ്യവും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തോ പുരോഗമനം നടക്കാൻ പോകുന്നു എന്ന മട്ടിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണെന്നും ആരോപണമുണ്ട്. മണ്ഡല പുനർനിർണയം നടന്നാൽ BJPക്ക് സ്വാധീനമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിൽ താരതമ്യേന സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും ദക്ഷിണേന്ത്യയിൽ അത്രത്തോളം സീറ്റുകൾ വർദ്ധിക്കില്ല എന്നുമാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന ആശങ്ക. എന്നാൽ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾക്ക് പ്രധാനമന്ത്രി അയച്ച കത്തിലും മണ്ഡല പുനർനിർണയ ചർച്ചകളെക്കുറിച്ച് ഒന്നും പറയുന്നില്ലതാനും. വനിതാ സംവരണം എന്ന ഒറ്റപ്പേരിൽ മാത്രം ചർച്ചകളെ ഒതുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാവുകയുമാണ്. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലെ മണ്ഡല പുനർനിർണയം സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷ നീക്കം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.